നമസ്കാരം, ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. ക്രിസ്തുവിൻ്റെ പീഡാസഹനത്തിൻ്റെ ഓർമ്മ പുതുക്കി UAE ക്രൈസ്തവർ ദുഃഖവെള്ളി ആചരിച്ചു. വിവിധ ക്രൈസ്തവ ദേവാലയങ്ങളിലായി നടന്ന തിരുക്കർമ്മങ്ങളിൽ മലയാളികൾ ഉൾപ്പെടെ ആയിരങ്ങൾ പങ്കെടുത്തു. ലോകത്തിന്റെ മുഴുവൻ പാപവും ഏറ്റുവാങ്ങി സ്വയം ബലിയായ ക്രിസ്തു സഹിച്ച പീഡാനുഭവങ്ങളുടെ പരിസമാപ്തിയാണ് ക്രൂശാരോഹണം. UAE വിവിധ ദേവാലയങ്ങളിൽ ഇന്ന് പുലർച്ചെ മുതൽ പ്രാർത്ഥനകളും പ്രത്യേക ശുശ്രൂഷകളും നടന്നു. അബുദാബി സെന്റ് ജോർജ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ ശുശ്രൂഷകൾക്ക് മലങ്കര ഓർത്തഡോക്സ് സഭ നിരണം ഭദ്രാസനാധിപൻ ഡോക്ടർ യുഹന്നാൻ മാർ ക്രിസോസ്റ്റമോസ് തിരുമേനി മുഖ്യ കാർമ്മികനായിരുന്നു. തോമസ് മുട്ടുവേലി കൊറപ്പിസ്കോപ്പ, ഇടവക വികാരി ഫാദർ ഗീവർഗീസ് മാത്യു, അസിസ്റ്റന്റ് വികാരി ഫാദർ മാത്യു ജോൺ എന്നിവർ നേതൃത്വം നൽകി. പ്രത്യേക പ്രാർത്ഥനയിലും പ്രദർശനത്തിലും കഞ്ഞി നേർച്ചയിലും ആയിരക്കണക്കിന് വിശ്വാസികളാണ് പങ്കെടുത്തത്. അബുദാബി മുസ്തഫ സെന്റ് പോൾസ് കത്തോലിക്ക പള്ളിയിലെ മലയാളം കൂട്ടായ്മയ്ക്ക് ഫാദർ ടോം ജോസഫ് തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. ഇന്ന് ദുഃഖവെള്ളി. ലോകം മുഴുവനും ഒരു കുടുംബം പോലെ ക്രിസ്തുവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും പറ്റി ധ്യാനിക്കുന്ന ഒരു ദിവസം. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ഒക്കെയും സഹനങ്ങളും നമ്മുടെ വേദനകളും നമ്മുടെ കടന്നു പോകുന്ന ചെറിയ ചെറിയ ദുഃഖങ്ങളും എല്ലാം ക്രിസ്തുവിന്റെ പീഡാനുഭവത്തോട് ചേർന്നുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദേവാലയത്തിൽ പീഡാനുഭവ വായന, കുരിശിന്റെ വഴി ആരാധന, ശുദ്ധ കുർബാന സ്വീകരണം തുടങ്ങിയ തിരുകർമ്മങ്ങൾ അർപ്പിക്കപ്പെട്ടു. ക്രിസ്തുനാഥന്റെ തിരുസ്വരൂപം വഹിച്ചുകൊണ്ടുള്ള നഗരി കാണിക്കൽ ശുശ്രൂഷ വിശ്വാസികൾക്കെല്ലാം പ്രത്യേക അനുഭവമാണ് സമ്മാനിച്ചത്. UAE വിവിധ ദേവാലയങ്ങളിൽ വിവിധ ഘട്ടങ്ങളിലായി നടന്ന ശുശ്രൂഷകൾക്ക് നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ന്യൂസ് ഡെസ്ക്, അബുദാബി. ദുബായ് GDRFA തൊഴിലാളികൾക്കായി വിപുലമായ ഹെൽത്ത് കാർണിവൽ സംഘടിപ്പിച്ചു. സാമൂഹിക വർഷാചരണ ഭാഗമായാണ് കാർണിവൽ ഒരുക്കിയത്. അൽഗുസ് 4 നടന്ന പരിപാടിയിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ദുബായ് എമിറേറ്റ്സിന്റെ ലേബർ വർക്ക് റെഗുലേഷൻ സെക്ടർ ഡയറക്ടർ കേണൽ ഉമർ അൽ മത്തുർ മുസൈന, കോർഡിനേറ്റർ മുഖത്തം ഖാലിസ് ഇസ്മായിൽ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. തൊഴിലാളികളുടെ വിലപ്പെട്ട സംഭാവനകളെ ആദരിക്കാനും അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താനും സാമൂഹിക ഐക്യം ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ടുള്ള ബോധവൽക്കരണ ആരോഗ്യ വിനോദ പരിപാടികൾ കാർണിവലിൽ ഒരുക്കിയിരുന്നു. തൊഴിലാളികൾക്ക് സൗജന്യമായി മൊത്ത ശരീര പരിശോധന നടത്താനും അവസരമൊരുക്കി. സ്ത്രീ തൊഴിലാളികൾക്കായി സ്തനാർബുദ പരിശോധനയും നേത്ര പരിശോധനയും സംഘടിപ്പിച്ചിരുന്നു. കായിക മത്സരങ്ങൾ, കലാപരിപാടികൾ, മാജിക് ഷോ എന്നിവയും അരങ്ങേറി. കാർണിവലിലെ ശ്രദ്ധേയ പരിപാടിയായിരുന്നു ഹാൻഡ്സ് ഓഫ് യൂണിറ്റി എന്ന സംരംഭം. ഇതുവഴി 25,000 കൈപ്പത്തി അടയാളങ്ങൾ ഉപയോഗിച്ച UAE ദേശീയ പതാക നിർമ്മിച്ച ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കാനുള്ള ശ്രമവും നടന്നു. കാർണിവലിൽ പങ്കെടുത്ത തൊഴിലാളികൾക്കായി വിമാന ടിക്കറ്റുകൾ, ഇലക്ട്രിക് സ്കൂട്ടറുകൾ, സ്മാർട്ട് ഫോണുകൾ തുടങ്ങി നിരവധി വിലപ്പെട്ട സമ്മാനങ്ങളും നൽകി. ന്യൂസ് ഡെസ്ക്, ദുബായ്. അബുദാബി ഇന്ത്യൻ ഇസ്ലാമിക് സെന്റർ സ്പോർട്സ് വിങ്ങിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച MM നാസർ സ്മാരക ഫുട്ബോൾ 11s ടൂർണമെന്റിൽ കാസർഗോഡ് ജില്ലാ KMCC ജേതാക്കളായി. അബുദാബിയിലെ സായിദ് സ്പോർട്സ് സിറ്റിയിലാണ് മത്സരം നടന്നത്. 8 പ്രമുഖ ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത്. കാസർഗോഡ് ജില്ലാ KMCC 1ാം സ്ഥാനം നേടിയപ്പോൾ ടീം ഫേമസ് 2ാം സ്ഥാനവും കണ്ണൂർ ജില്ലാ KMCC പഴയങ്ങാടി ടൗൺ ടീം 3ാം സ്ഥാനവും സ്വന്തമാക്കി. സെൻട്രൽ പ്രസിഡന്റ് P. ബാബ ഹാജി ടൂർണമെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു. M. ഹിദായത്തുള്ള അധ്യക്ഷത വഹിച്ചു. സ്പോർട്സ് സെക്രട്ടറി CK ഹുസൈൻ, ഷമീർ പുറത്തൂർ, റഫീഖ് പൂവത്താണി, ഷാഹിർ മോൻ, ഷാബിനാസ്, മുഹമ്മദ് ആലമ്പാടി തുടങ്ങിയവർ ടൂർണമെന്റിന് നേതൃത്വം നൽകി. വിജയികൾക്ക് ലുലു ഗ്രൂപ്പ് റീജിയണൽ ഡയറക്ടർ അജയ് കുമാർ സമ്മാനദാനം നടത്തി. ഗൾഫിലും നാട്ടിലും ജനസേവന രംഗത്ത് നിറഞ്ഞു നിന്ന ഇസ്ലാമിക് സെന്റർ മുൻ ഭാരവാഹിയായ കാഞ്ഞങ്ങാട് സ്വദേശി MM നാസറിന്റെ ഓർമ്മയ്ക്കായി നടത്തുന്ന 2ാമത് ഫുട്ബോൾ മത്സരമായിരുന്നു തിങ്ങി നിറഞ്ഞ വേദിയെ സാക്ഷിയാക്കി അബുദാബിയിൽ നടന്നത്. ന്യൂസ് ഡെസ്ക്, അബുദാബി. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ഷോർട്ട് ബ്രേക്ക്.
ദുബായ് KMCC കൈൻഡ്നസ് ബ്ലഡ് ഡൊണേഷൻ ടീമുമായി സഹകരിച്ചുകൊണ്ട് ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ഡൊണേറ്റ് ബ്ലഡ് സേവ് ലൈഫ്സ് എന്ന പ്രമേയത്തിൽ മെഗാ രക്തദാന ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ജദ്ദാഫിലുള്ള ദുബായ് ബ്ലഡ് ഡൊണേഷൻ സെന്ററിൽ മെയ് 4 ഞായറാഴ്ച രാവിലെ 8:30 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെയാണ് ക്യാമ്പ്. 5000 യൂണിറ്റ് രക്തദാനം ചെയ്യുന്ന പദ്ധതിക്ക് തുടക്കം കുറിക്കുകയും ചെയ്യും. ദുബായിയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സൗജന്യ ബസ് ഉണ്ടായിരിക്കും. രക്തദാനം ചെയ്യാൻ എത്തുന്നവർക്ക് രക്തദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ദുബായ് KMCCയുടെ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുമെന്നും അറിയിച്ചു. ന്യൂസ് ടൈം ഇവിടെ പൂർത്തിയാകുന്നു. നന്ദി, നമസ്കാരം. അബുദാബി 24/7 അബുദാബിയിൽ നിന്നും പ്രവാസികൾക്കായുള്ള ശബ്ദം.